ഹായ് ഹലോ എല്ലാവർക്കും വിദൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ ഒരു കൊറിയർ തുറന്നാണ് തുടക്കമെന്ന് പറയുന്നത്. ഞാൻ ഓൺലൈനിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ചെടിക്കും പച്ചക്കറിക്കൊക്കെ ആയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചെറിയ തൂമ്പയും പിക്കാസും മൺവെട്ടിയൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ വന്നു. കുറഞ്ഞ വിലയാണ്, 250 രൂപ ആയിക്കുള്ള ഈ 3 കൂടെ. ചെറിയ കൃഷിപ്പണിക്കൊക്കെ നല്ലതാണ്. നമുക്ക് കൃഷിപ്പണിക്ക് ഇരുന്നുകൊണ്ടൊക്കെ മണ്ണ് കളിക്കാനൊക്കെ പറ്റുന്ന സാധനമാണ്. അപ്പോൾ നല്ല വെയിറ്റും ഉണ്ട്, അത്യാവശ്യം നല്ല സാധനമാണ് കേട്ടോ. ഞാനിതിൻ്റെ ഒരെണ്ണം ഇവിടെ കൊയിലാണ്ടിയിൽ ഒരു കടയിൽ ചെന്ന് ചോദിച്ചപ്പോൾ അതിന് 200 രൂപ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സാധനത്തിന്. ഇത് 3 കൂടെ എനിക്ക് 250 രൂപയ്ക്കാണ് കിട്ടിയത്. അപ്പം മണ്ണൊക്കെ കോരാനും മണ്ണ് നിറയ്ക്കാനും ഒക്കെ നമുക്കിത് എളുപ്പമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഞാനിത് പിന്നെ വേറൊരു സാധനമാണ് ഓർഡർ ചെയ്യാൻ നോക്കി, കയ്യേറയൊക്കെ ഉള്ളത്. പിന്നെ ഞാൻ വിചാരിച്ചാൽ എന്താ ഇതൊന്ന് നോക്കി നോക്കാം, അത്യാവശ്യം പേര് വാങ്ങിയിട്ടുണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഇത് വാങ്ങിയത്. നല്ലതാട്ടോ, നല്ല സാധനമാണ്, നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട്. ഞാൻ മീഷോയിൽ അത്രയ്ക്ക് ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിച്ചില്ല. കണ്ടില്ലേ, മണ്ണൊക്കെ പെട്ടെന്ന് നമുക്ക് ആവശ്യമുള്ള മണ്ണൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കുത്തിയിളക്കി എടുക്കാൻ പറ്റും. ഞാൻ അപ്പോഴത്തന്നെ പരീക്ഷിച്ച് നോക്കി ചെന്ന്. അപ്പോൾ എങ്കിലല്ലേ നമുക്ക് റിട്ടേൺ അടിക്കണമെങ്കിൽ റിട്ടേൺ അടിക്കാമല്ലോ. കാരണം പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനം എന്തായാലും നല്ലതാണോ നമുക്ക് അറിഞ്ഞിരിക്കണ്ടേ. ഇത് അത്രയ്ക്ക് അങ്ങ് എഫക്റ്റീവ് അല്ല ഈ സാധനം. ഇളകിയ മണ്ണൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെയും ഇളക്കിയെടുക്കുക എന്നുള്ളതാണ്. മറ്റേത് പിക്കാസ് നല്ല സാധനമാണ് കേട്ടോ. ഇത് പിന്നെ ഇളകിയ മണ്ണിനൊക്കെ ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കാൻ ഞാൻ എന്താ മുളകിൻ്റെ അടിഭാഗം ചെന്ന് തോണ്ടി കൊടുക്കുന്നുണ്ട്. കുറച്ച് വളം ഇടാൻ വേണ്ടി 2 ദിവസമായി നനച്ചിട്ട് അതിന്. അപ്പോൾ ഞാനത് നനച്ചിട്ട് വളമൊന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടി അതൊന്ന് ശരിയാക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാനും ഒന്ന് പരീക്ഷിച്ച് നോക്കി ഇതെങ്ങനെയുണ്ട് എന്നുള്ള കാര്യമേ. കൊള്ളാവോ എന്നൊക്കെ അറിയണ്ടേ നമുക്ക്. നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ അത് നല്ലതാണോ എന്നൊക്കെ അറിയണ്ടേ. അങ്ങനെ അവസാനം ഞാൻ ഇന്ന് എൻ്റെ ചേച്ചി, അതായത് ഹസ്ബൻഡിൻ്റെ സഹോദരി വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് ഷോപ്പിങ്ങിന് പോയി. കുറച്ച് സാധനമൊക്കെ വാങ്ങണമായിരുന്നു. ബിരിയാണിക്കുള്ള സാധനം, ബിരിയാണിയല്ല, നെയ്ച്ചോറും കോഴിക്കുള്ള സാധനം വാങ്ങാൻ പോയതാണ്. ഞാൻ എക്സ്ട്രാ കൊയിലാണ്ടി ഹെസ്റ്റൈലാണ് പോകുന്നത്. ഞങ്ങൾ മിക്ക ദിവസം ഇവിടെ തന്നെയാണ് വരൽ. ഇവിടെ ആണെങ്കിൽ എല്ലാ സാധനവും കിട്ടുന്നുണ്ട്. ഇവിടെ വന്നാൽ അത്യാവശ്യം നല്ല ഓഫറിൽ സാധനം കിട്ടും. ഞാനിവിടെ വന്നിട്ടാണ് എല്ലാ സാധനങ്ങളും വാങ്ങുന്നത്. പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ പച്ചക്കറി ഞാൻ അവിടെ നിന്ന് തൂക്കിയിട്ട് ഇവിടെ വന്ന് ബില്ല് ചെയ്യുകയാണ്. ഇവിടെ ഞാൻ കുറച്ച് സാധനം എടുത്തിട്ടുള്ളൂ. നെയ്ച്ചോറിൻ്റെ സാധനം മാത്രമേ എടുത്തിട്ടുള്ളൂ, ബാക്കിയൊന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം ബാക്കിയൊക്കെ പച്ചക്കറി ഞാൻ മിനിഞ്ഞാന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് പച്ചക്കറി മാർട്ടാണ് കേട്ടോ, വേറൊരു മാർട്ടിലാണ് ഞാൻ പോയത്. ഇത് അത്യാവശ്യം നെയ്യ്, സോപ്പ്, ചീപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ എക്സ്ട്രാ എന്നൊക്കെ പറയുന്നത്. എല്ലാം നല്ല സാധനങ്ങളാണ്. ഞാൻ കുക്കറൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ 2 ഷാമ്പൂ, ഒരു കണ്ടീഷണറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബില്ല് ചെയ്യുന്ന കൊച്ചിന് കൊടുത്തു. പക്ഷെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്ന വേണ്ടിയിട്ടേ. അപ്പം ഞാൻ വ്ളോഗിലാന്ന് ആ കൊച്ചിന് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഞാനത് കൊടുത്തു, ബില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് സ്റ്റാഫുണ്ട്. ഇവിടെ ചെല്ലുമ്പോഴേ അവർ പറയും എന്നെ, അല്ലെങ്കിൽ എൻ്റെ മൊബൈലിൽ ഇങ്ങനെ വരും കേട്ടോ ഈ ഓഫറുള്ള കാര്യമൊക്കെ. ഓഫറുള്ള കാര്യം വരുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ വന്ന് സാധനം വാങ്ങി കൊണ്ടുപോകലുണ്ട്. പാലിനൊക്കെ ചില ദിവസം 18 രൂപ ഉണ്ടാവില്ലുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ എക്സ്ട്രാ സൂപ്പർ മാർക്കറ്റ്. ഇവിടെ പിന്നെ മറ്റേ വേറെ സൂപ്പർ മാർക്കറ്റൊക്കെ വരുന്നുണ്ട്. പിന്നെ ഞാൻ അടുത്തുള്ള ഒരു അമ്മച്ചിയുടെ കടയിൽ നിന്ന് മിൽക്ക് സർബത്ത് കുടിച്ചിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ഉപ്പിലിട്ടതൊക്കെ ഇവിടെ നിന്ന് കിട്ടും. ഞാൻ വാങ്ങിയിട്ടൊന്നുമില്ല, എനിക്കിന്ന് മിൽക്ക് സർബത്ത് കുടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനിന്ന് വാങ്ങിയതാണ്. കണ്ടില്ലേ, നല്ല ടേസ്റ്റായിരുന്നു. ദാഹം ശമനിക്കാനൊക്കെ നല്ല സാധനമാണിത്. പിന്നെ ഇതും കുടിച്ചിട്ട് 2 വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് വാങ്ങി കുടിക്കലുണ്ട്. അതും കുടിച്ചിട്ട് പിന്നെ കൊയിലാണ്ടി ടു കോഴിക്കോട് പോകുന്ന റോഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇത് ഗീത ടെക്സ്റ്റൈൽസിൻ്റെ ഫ്രണ്ടിലാണ്. ഇത് ബൈക്കിൽ ഞാൻ സൂര്യേട്ടനും കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഇവിടെ ഒരുപാട് തിരക്കാണ് കേട്ടോ. ഈ റോഡ് ഭയങ്കര തിരക്കാണ്. മറ്റേ ഹൈവേ വന്നു കഴിഞ്ഞാൽ ഈ തിരക്കൊന്ന് കുറയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിപ്പോൾ ഒരു ഉച്ച സമയം ആയതുകൊണ്ടാണ് ഇത്രയും തിരക്കൊന്നും ഇല്ലാത്ത. ഒരു സ്കൂളൊക്കെ വിടുന്ന സമയമാകുമ്പോൾ ഈ റോഡിലൊന്നും ഇറങ്ങാൻ പറ്റില്ല. ഇതെനിക്ക് ഏട്ടനൊന്ന് വാങ്ങി തന്ന മുട്ടായി കേട്ടോ. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് നമ്മൾ നെയ്ച്ചോറ് വെക്കാനുള്ള പരിപാടി നോക്കുകയാണ്. നെയ്ച്ചോറൊക്കെ ഞാൻ ആദ്യം കോഴി കറി വെക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് ഞാൻ സലാഡ് ഉണ്ടാക്കാൻ എടുത്താട്ടോ. സലാഡിനും പിന്നെ നെയ്ച്ചോറിലിടാനും വേണ്ടി എടുത്തതാണ്. ഉരുളക്കിഴങ്ങ്, ഉള്ളി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ അരി, ക്യാരറ്റ് അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് റെഡിയാക്കി നമുക്ക് മെല്ലെ മെല്ലെ ചെയ്യാം. ഞാൻ അരി കഴുകാനെടുത്തു. അരി എന്ന് പറയുന്നത് കൈമ റൈസ് അല്ല, വേറെന്തോ ഒരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അരി കഴുകി ഏട്ടനാണ് കഴുകുന്നത്. മൂപ്പര് കഴുകി തന്നിട്ടുണ്ട്. ഞാനതിനെ വാർത്ത് വെച്ചിട്ടുണ്ട്, വെള്ളം തോരാൻ വേണ്ടി വാർത്ത് വെച്ചു. അത് അവിടെ ഇരുന്ന് വാരുമ്പോഴത്തേക്കും ഞാൻ അടുത്ത് സൂര്യേട്ടനെ എനിക്ക് വേണ്ടി സലാഡ് ഉണ്ടാക്കാനുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞു തന്നു. മൂപ്പർക്ക് ഈ അരിയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അരിയാനും ചില സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു മൂപ്പരെ കൊണ്ട് തന്നെ ഉണ്ടാക്കി കളയാമെന്ന് വിചാരിച്ചു.
നല്ല രസമാണ് അരിയുന്നൊക്കെ കാണാനേ. ഞാനിവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ. ഈ പെർഫെക്ഷൻ്റെ ആളാണ് മൂപ്പർ. നോക്ക്, കണ്ടില്ലേ എന്ത് കൃത്യമായിട്ട് അരിയുന്നതെന്ന്. ഒരാൾ ഹെൽപ്പിനുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ. നമ്മളെ അടുക്കളയിലൊക്കെ ഒരാൾ സഹായിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഒരാൾ മാത്രം കിടന്ന് കഷ്ടപ്പെടുക എന്ന് പറഞ്ഞതിനേക്കാളും നല്ലത് ഒരാളും കൂടെ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. മൂപ്പരാണ് എനിക്ക് അരിഞ്ഞൊക്കെ തരുന്നത്. അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ മൂപ്പര ചെയ്തു തരും. എനിക്ക് എല്ലാ ഹെൽപ്പും ചെയ്തു തരും കേട്ടോ. ഉണ്ടോ, സലാഡിൻ്റെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ചിട്ട് ഉപ്പുമിട്ട്, നല്ല കളർഫുള്ളായിട്ടുണ്ടല്ലേ, തൈര് ഒഴിച്ച് ഉപ്പുമിട്ട് നമുക്ക് ഇളക്കി ഫ്രിഡ്ജിൽ വെക്കാം. കഴിക്കുമ്പോൾ എനിക്ക് തണുത്ത സലാഡാണ് ഇഷ്ടം, കുറച്ച് തണുത്തിരിക്കണം. തൈര് പകുതി ഉണ്ടായിരുന്നുള്ളൂ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാടനെടുത്തതിൻ്റെ ബാക്കി തൈരായിരുന്നു. കണ്ടോ, സലാഡ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇത് കണ്ടോ, ഞാൻ അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ചിരണ്ടി എടുക്കട്ടെ. ഇതൊക്കെ ചിരണ്ടി എടുത്ത് കുക്കറിലിട്ടാണ് വെക്കുന്നത്. ഇത് വലിയൊരു ഉരുളക്കിഴങ്ങാണ്. ഞാൻ മറ്റേ പച്ചക്കറി മാർക്കറ്റിൽ പോയപ്പോഴത്തേക്ക് വൈകിട്ടാണ് പോയത്. രാവിലെ മുതൽ ഓഫർ ഇടും, വൈകിട്ടാണ് ഞാൻ പോയത്. അപ്പം എല്ലാം പറക്കിക്കൊണ്ട് പോയതിന് ശേഷം ഇത്രയും വലിയ ഉരുളക്കിഴങ്ങ് മാത്രം അവിടെ ഇത്തിരി നല്ലതായിട്ടുണ്ടായിരുന്നു, അത് ഞാൻ എടുത്തതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലാണെങ്കിൽ ഇട്ട് ഒതുങ്ങുന്നുമില്ല. അപ്പം ഞാനിത് കുറേയൊക്കെ ചിരണ്ടി കളയാനൊക്കെ നോക്കിയിട്ട് പറ്റാഞ്ഞിട്ട് രണ്ടായിട്ട് മുറിച്ചു കേട്ടോ. ഇത് എനിക്ക് ചിരണ്ടാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ ഞാൻ 2 കഷ്ണമായിട്ട് മുറിച്ചിട്ട് നല്ല വൃത്തിക്ക് ചിരണ്ടി എടുത്തു. കാരണം അല്ലെങ്കിൽ അഴുക്കും അതുപോലെ തന്നെ മണ്ണൊന്നും പോകില്ല ഇതിൽ. മണ്ണ് കടിച്ചാൽ നമ്മൾ കഴിക്കുന്നതിൽ മണ്ണ് കടിച്ചിട്ട് സുഖം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അതിൻ്റെ കുറച്ച് ചെറിയ ചെറിയ ഹോളുകളൊക്കെ നല്ലോണം ചുരണ്ടി വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്. ഇത് വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ഉള്ളി തൊലിച്ചെടുക്കാം. ഉള്ളി ഇതൊരു ചുവന്ന ടൈപ്പ് ഉള്ളിയാട്ടോ, നല്ലൊരു ചുവപ്പ്, നല്ലൊരു കളറാണ്. സാധാരണ വാങ്ങുന്നതിന് ഒരു വെള്ള കളർ ഉണ്ടാവലുണ്ട്, ഇത് നല്ല കളറുള്ള ഉള്ളിയാണ്. ഇതെന്തിനാന്ന് വെച്ചാൽ നെയ്ച്ചോറും വറുത്തരച്ച കോഴിക്കറി കേട്ടോ. അപ്പം ഞാൻ ഇതിന് വേണ്ടി കോഴിക്കറിക്ക് വേണ്ടിയുള്ള ഉരുളക്കിഴങ്ങും ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഉരുളക്കിഴങ്ങും ഉള്ളിയും ഒക്കെ ഞാനും ചിക്കനും ഒക്കെ കൂടിയിട്ട് കുക്കറിലിട്ട് അടിച്ചെടുക്കലാണ് ചെയ്യൽ. സാധാരണ അടിച്ചെടുത്തിട്ട് ഒരു വിസിൽ കഴിയുമ്പോഴത്തേക്കും വേഗം. എന്നിട്ട് അതിലേക്ക് തേങ്ങ വറുത്ത്, തേങ്ങയും പെരിഞ്ചീരകവും ഒക്കെ വറുത്തിട്ട് അരച്ച് അതിലേക്ക് ചേർക്കുകയാണ് ചെയ്യൽ. അപ്പം മസാലയൊക്കെ ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ നല്ലോണം മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിരിക്കും ഇത് ആയി വരുമ്പോഴത്തേക്ക്. പിന്നെ മല്ലിയില എല്ലാം മൂപ്പരെടുത്തോണ്ട് തരുന്നുണ്ട്. അപ്പോഴത്തേക്കും ഞാനിതൊക്കെ റെഡിയാക്കി അരിഞ്ഞ് ശരിയാക്കി. ഞാൻ കുറച്ച് സ്പീഡിന് ആക്കിയിട്ടതാണിത്. ഇത്തിരി ലെങ്ത്തുള്ള വീഡിയോ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ഇത്തിരി സ്പീഡിൽ കിടന്നോട്ടെ. ഞാൻ ഈ അരിപ്പലകയിലാണ് ഇത് റെഡിക്ക് അടച്ചുവിറ്റിയായിരുന്നു. ഞാനതിനെ അരിയാൻ പലകയായിട്ട് എടുത്തതാണ് കേട്ടോ. എനിക്ക് കയ്യിൽ വെച്ച് അരിയുന്ന അത്ര ഇഷ്ടമല്ല. ഞാനിത് അരിയാൻ വേണ്ടി എടുത്തതാണ്. ഇതിലാകുമ്പോൾ എനിക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഞാനിത് അരിഞ്ഞ് മാറ്റിയിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ അരിഞ്ഞെടുക്കണം. തക്കാളി ഞാൻ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇറച്ചിക്കറിക്ക് ഒരു പുളി പാടില്ലല്ലോ, അത്ര നല്ല ടേസ്റ്റ് ആയിരിക്കില്ല നെയ്ച്ചോറും കോഴിക്കറിക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചേച്ചി ഇങ്ങനെ വരുന്ന സമയത്ത് ഉണ്ടാക്കലുണ്ട് സംഭവം. അതുകൊണ്ട് ഇനിയിപ്പം നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനം നെയ്യാണത്. മിൽമയുടെ നെയ്യാണ് വാങ്ങിയത്. എന്നിട്ട് അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെജിറ്റബിൾ, ക്യാരറ്റ്, കുറച്ച് ഉള്ളി, തക്കാളി ഒക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബീൻസ് ഉണ്ടെങ്കിൽ ഞാൻ ബീൻസ് ഇട്ട് കൊടുക്കുമായിരുന്നേ. ഇപ്രാവശ്യം ഞാൻ ബീൻസ് വാങ്ങിയത് മൊത്തം രാവിലെ എടുത്ത് ഉപ്പേരി വെച്ച് പോയി. ഞാൻ ഉപ്പേരി വെച്ചൊന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഞാൻ ഇത്തിരി തിരക്കായതുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാം അങ്ങ് ചെയ്തിട്ടാണ് പോയത്. അപ്പം അതായത് ഉള്ളി ഒക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കറിവേപ്പില ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ, സോറി, മല്ലിയിലയായിട്ട് ഇട്ടത്. പിന്നെ ഇത് കുക്കറിൽ വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇതിനിടയ്ക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് കുക്കറിലിട്ടിട്ട് ഒരു വിസിലടിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ചിക്കനെ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നമുക്കൊരു കുക്കറിലിട്ടിട്ട് ഒറ്റ വിസിൽ കേട്ട് അടിച്ചെടുക്കാം. ഒറ്റ വിസിൽ ആകുമ്പോഴത്തേക്ക് ചിക്കൻ നല്ലോണം വേഗം. അധികം വിസിൽ കൂടിപ്പോയിട്ട് എന്താ പറ്റുകയെന്നറിയോ, ചിക്കൻ അങ്ങ് വെന്ത് നല്ല ഇങ്ങനെ അളിഞ്ഞു പോവും, നല്ലോണം വെന്തങ്ങ് പോവും. കണ്ടോ, ഇത് നെയ്ച്ചോറിനുള്ള ചോറ് വെക്കാനുള്ള വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. ഞാനിപ്പം 1 കപ്പ് അരിയാണെങ്കിൽ 2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതാകുമ്പോൾ വേഗം നമുക്ക് കറക്റ്റ് പരുവത്തിന് വരും. ഇത് ഒന്ന് തണുക്കുമ്പോൾ ഈ അരി ഒന്ന് ഡ്രൈ ആവും. അപ്പം ഈ തണുത്ത് വരുമ്പോഴത്തേക്ക് അരി ഡ്രൈ ആവുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു കണക്കിനാണ് എടുത്തിട്ടുണ്ടായത്. ഞാൻ ആദ്യം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ തേങ്ങയ്ക്കുള്ള വറുത്തരയ്ക്കാനുള്ള തേങ്ങ തിരുമ്മി എടുത്ത് വറുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ,
ഇങ്ങനെ വറുക്കാനായിട്ട് നല്ല ബ്രൗൺ കളറായി വരണം. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, തിരക്കിനിടയിലായതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇത് നല്ല പരുവാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് കരിഞ്ഞ് പോവാതെ വറുത്തെടുക്കണം, അല്ലെങ്കിൽ നമുക്ക് കറിക്കൊക്കെ ഒരു കരിഞ്ഞ ചെവിയായിരിക്കും. കരിഞ്ഞൊരു മണമൊന്നും വരുന്നത് നമുക്ക് തിന്നാൻ നല്ലതൊരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടിത് അത്യാവശ്യം കരിയാണ്ട് തീ കുറച്ചിട്ടിട്ട് ഈ ഓട്ടും പാത്രത്തിലാണ് ഞാൻ എപ്പോഴും ചിക്കൻ കറി വെക്കുന്നത്. കണ്ടോ, ഒന്ന് മൂത്ത് വരുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് വീഡിയോ കട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ എടുത്തതാണ് കേട്ടോ. ഇനി എടുത്ത് ചിക്കൻ അപ്പോൾ ആയിട്ടുണ്ട്. ചിക്കൻ കുക്കറിലിട്ട് വേവിച്ചടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ സാധനം തേങ്ങ അരച്ച് ചേർക്കാം. തേങ്ങ അരച്ച് ചേർക്കുമ്പോൾ ഇതിൽ അത്യാവശ്യം മസാല കുറവാണ്, അപ്പോൾ ഞാൻ മറ്റേ തേങ്ങയിൽ കുറച്ച് അരച്ച് ചേർത്തതാ. ചിക്കൻ കറി ആയിട്ടുണ്ട്. നല്ലോണം തിളയ്ക്കുമ്പോൾ നമുക്ക് വറവിട്ടിട്ട് നെയ്ച്ചോറും കൂടിയായിട്ടുണ്ട്. അവർ വരാൻ കുറച്ച് വൈകും. അപ്പോഴത്തേക്കും ഞാൻ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.